ദൈവത്തെ പോൽ വേറൊരു ഇത്രയും സ്നേഹിച്ചാൽ പോരാ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബത്തേലേജ് ബാംഗ്ലൂർ ചേർച്ചിൻ്റെ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ എം എ വർഗീസ് പാസ്റ്റർ, അതുപോലെ തന്നെ പാസ്റ്റർ എബ്രഹാം വർഗീസ്, അവരോടൊപ്പം ഈ ദിവസങ്ങളിൽ ഈ ദൈവസഭയിൽ ശുശ്രൂഷിപ്പാനായിട്ട് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഈ അവസരത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയിൽ കടന്നു വരുവാൻ അവൻ ശുശ്രൂഷ ചെയ്യാനൊക്കെ കർത്താവിനെ സഹായിച്ചു. ഒരു ചെറിയ സാക്ഷ്യം എന്നോണം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ പാട്ടുകളൊക്കെ എഴുതുവാനുള്ള പ്രചോദനം എന്താണ്? ഞാൻ തുറന്നു പറഞ്ഞാൽ എനിക്ക് മ്യൂസിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് മ്യൂസിക്കിൻ്റെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ എൻ്റെ അകത്ത് ഒരു കൊതി ഉണ്ടായിരുന്നു. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ പുറപ്പെടുമെന്ന് ആ തിരുവെഴുത്തിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വേലയോടും കർത്താവിനെ പാടി ആരാധിക്കുന്നതിനും കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അതിയായ കൊതിയും ദാഹവുമാണ് എൻ്റെ അകത്ത് കർത്താവ് സംഗീതത്തിൻ്റെ ഈ താലന്തിനെ നൽകിയത്. ഞാൻ അറിയാതെ തന്നെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ആഗ്രഹിക്കാതെ, ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുകയും ഒരുപക്ഷെ കാലത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ദൈവമക്കളുടെ ആഗ്രഹത്തിനനുസരിച്ച് വരികൾ എൻ്റെ നാവിൽ തിരികെയും ഒരു മ്യൂസിക്കിൻ്റെ യാതൊരു പശ്ചാത്തലമില്ലാത്ത എനിക്ക് അതിൻ്റെ ഈണങ്ങൾ നൽകി അത് അനേകർക്ക് ഒരു വിടുതലിനെ മുഖാന്തരമാക്കി തീർത്തത് ഒരു ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റൊന്നും പറയുവാൻ എനിക്കില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലത്രേ. അപ്പോസ്തലൻ്റെ പേര് പോലും വിളിക്കുവാൻ യോഗ്യനല്ലാത്ത അപ്പോസ്തലനായ പൗലോസിനെ അപ്പോസ്തലന്മാരിൽ ഏറ്റവും അധികമായിട്ട് കർത്താവ് എടുത്ത് ഉപയോഗിച്ചതുപോലെ യാതൊരു തരത്തിലും വലിയ സംഗീതജ്ഞരുള്ള ഈ ലോകത്ത് യാതൊരു തരത്തിലും അവരോടൊപ്പം നിൽപ്പാൻ പോലും യോഗ്യതയില്ലാത്ത എനിക്ക് കർത്താവ് തന്ന ദാനമാണ്, കർത്താവിൻ്റെ കൃപയൊന്നു മാത്രമാണ് ഈ പാട്ടുകൾ എഴുതുവാനായിട്ട് എനിക്കിടയായത്. എൻ്റെ കോളേജ് ജീവിതങ്ങളിലൊക്കെ ലോകപ്രകാരമൊക്കെ ജീവിച്ചൊരു മനുഷ്യനാണ്. എന്നാൽ കർത്താവിനെ കണ്ട അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ അസാധാരണമായ തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് സംഭവിച്ചു. ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും പ്രത്യേകിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടണം, ഏതെങ്കിലും തരത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കർത്താവിനോട് കൊതിയോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ രഹസ്യമായ പ്രാർത്ഥനാ മുറിയിൽ കർത്താവിനോട് കൊതിയോട് തൻ്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ശൗലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ താൻ ആൾ മാറിയവനെ പോലെ പ്രവാചക ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടതുപോലെ സർവശക്തനായ ദൈവം തൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുമ്പോൾ നിങ്ങൾ നനയ്ക്കാത്ത, ചിന്തിക്കാത്ത തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തും. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ശക്തമായി ഇറങ്ങേണ്ടതിനായി ആത്മനിറവിലായിരിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം തന്ന ഈ സഭയോടും സഭയിലെ ദൈവദാസന്മാർ പാസ്റ്റർ എം എ വർഗീസ് അങ്കിൾ, പാസ്റ്റർ എബ്രഹാം വർഗീസ്, എല്ലാവരോടും ഉള്ള സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.